വിപ്ലവ ഗായിക PK മേദിനിക്ക് 96-ാം വയസ്സിൽ സ്വന്തം വീട് ഒരുങ്ങിയിരിക്കുകയാണ്. CPI സംസ്ഥാന കമ്മിറ്റിയാണ് മേദിനിക്ക് 5.5 സെന്റ് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ച് നൽകിയത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം റെഡ് സല്യൂട്ട് എന്ന വീട് മേദിനിക്ക് കൈമാറി. 11-ാം വയസ്സ് മുതൽ പാർട്ടി വേദികളിൽ വിപ്ലവഗാനങ്ങൾ ആലപിച്ചു തുടങ്ങിയതാണ് PK മേദിനി. മേദിനിയുടെ ഗാനാലാപനം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നായിരുന്നു. പാർട്ടി യോഗങ്ങളിൽ പങ്കെടുത്തതിന് മേദിനി അറസ്റ്റും വരിച്ചിട്ടുണ്ട്. 30,000-ൽ-അധികം വേദികളിൽ ഇതിനോടകം വിപ്ലവഗാനങ്ങൾ ആലപിച്ചു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജീവശ്വാസമായി കരുതുന്ന മേദിനിക്ക് 96-ാം വയസ്സിലും സ്വന്തമായി ഒരു വീടില്ലെന്ന് മനസ്സിലാക്കിയാണ് CPI സംസ്ഥാന കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വൈക്കം തോട്ടകത്ത് 5.5 സെന്റ് സ്ഥലം വാങ്ങി റെഡ് സല്യൂട്ട് എന്ന വീടും നിർമ്മിച്ച് നൽകിയത്. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന P. കൃഷ്ണപിള്ളയുടെ നാട്ടിൽ സ്വന്തമായൊരു വീട് ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് മേദിനി. ഇവിടെ ജയിലിൽ കിടന്നിട്ടുണ്ട്, 12 വയസ്സിൽ വന്നിട്ടുണ്ട്, 17 വയസ്സിൽ വന്നിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ട്. ഒട്ടേറെ നേതാക്കന്മാരുടെ പരിലാളനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരെ എല്ലാം ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ വരുന്നത്. ഇത്ര മനോഹരമായൊരു വീട് നമുക്ക് ചെയ്തു തന്ന ഇവിടുത്തെ പാർട്ടി സഹാക്കളും അവരുടെ ത്യാഗത്തിൻ്റെ മുൻപിൽ ഞാൻ വിനയപൂർവ്വം തലവനിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലുമൊക്കെ പകർന്നു കൊടുക്കാൻ കഴിയുമെങ്കിൽ കടന്നു വന്ന വഴികളെക്കുറിച്ച് ഞാൻ കുട്ടികളുമായി ചർച്ച ചെയ്യും. മാത്രമല്ല, ഇന്ന് നമുക്ക് കാണാം പത്ര റിപ്പോർട്ടുകൾ വരുന്നതാണ്, നമുക്ക് ഒരു പുതിയ തലമുറ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള പേടിയുണ്ട്. മേദിനിയുടെ ഗൃഹപ്രവേശത്തിനൊപ്പം CPIയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക കൂട്ടായ്മയും ഒരുക്കി. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും ആധാരം മേദിനിക്ക് കൈമാറി. ക്ഷീണം ബാധകമല്ല, അവശത അറിയാനേ പാടില്ല. പാർട്ടി വിളിച്ചാൽ, ജനങ്ങൾ വിളിച്ചാൽ അവിടെ എല്ലാം ഓടിയെത്താൻ എന്നും കരുതുന്ന ഒരു ആവേശമുണ്ട് ചേച്ചിക്ക്. ആ ആവേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തതാണ്. പകരം ചേച്ചിയെ തന്നെ പാർട്ടിക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ആ ചേച്ചിയാണ്, ആ അമ്മയാണ്, ആ പോരാളിയാണ് സഖാവ് P. കൃഷ്ണപിള്ളയുടെ നാട്ടിലേക്ക് ഇപ്പോൾ സ്ഥിരമായ താമസത്തിനായി എത്തിച്ചിരുന്നുള്ള കാര്യം നമ്മുടെ എല്ലാം ആവേശം കൊള്ളിക്കുന്നുണ്ട്, അഭിമാനം കൊള്ളിക്കുന്നുണ്ട്. ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സാംസ്കാരിക കൂട്ടായ്മയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മന്ത്രി മോൻസ് ജോസഫ്, ഗായിക ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി, മുതിർന്ന CPM നേതാവ് വൈക്കം വിശ്വൻ, മുൻ മന്ത്രി K. രാജു, മറ്റു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോട്ടയം.